ആർഎസ്എസിന്റെ പാദസേവകരായി യുഡിഎഫ് സർക്കാർ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വന്ദേമാതരം വിഷയത്തിലും PM ശ്രീയിലും വഖഫ് ബോർഡ് പുനർസംഘടനയിലുമെല്ലാം ആർഎസ്എസ് അജണ്ടയാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ആർഎസ്എസ് സഹായത്തിന് പ്രത്യുപകാരമാണ് യുഡിഎഫ് ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ആർഎസ്എസ് അജണ്ട നടപ്പാക്കി കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കുകയാണ് യുഡിഎഫ് സർക്കാരെന്ന് പിണറായി പറഞ്ഞു. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വന്ദേമാതരം മുഴുവനായി ആലപിച്ചതിലൂടെ അതിന്റെ സൂചന കണ്ടതാണ്. തുടർന്ന് പല വിഷയങ്ങളിലും ആർഎസ്എസ് അജണ്ട നടപ്പാക്കുന്നതാണ് കാണുന്നത്. ആർഎസ്എസുമായുള്ള ഒത്തുകളി നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. തിരഞ്ഞെടുപ്പിൽ 30 മണ്ഡലങ്ങളിൽ BJP പിന്തുണ യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉപകാരസ്മരണയാണ് ഇപ്പോൾ യുഡിഎഫ് കാട്ടുന്നതെന്നും പിണറായി പറഞ്ഞു. ആർഎസ്എസുമായുള്ള ഒത്തുകളി അത് വെറുതെ വരുന്നതല്ല, നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30-ലധികം മണ്ഡലങ്ങളിൽ ആർഎസ്എസ് പിന്തുണ യുഡിഎഫിന് ലഭിച്ചു എന്നുള്ളത് നല്ല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപകാരസ്മരണയുടേതായ കാര്യങ്ങൾ വരുന്നു. അവിടെയാണ് ധാരണ. നേരത്തെ പറഞ്ഞു കേട്ട ഡീൽ എല്ലാം നാടിനു മുന്നിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ തികഞ്ഞ ജാഗ്രത പാലിക്കാൻ മതനിരപേക്ഷ സമൂഹത്തിനാകെ കഴിയണം. മഴക്കെടുതി നേരിടാൻ സഹായം തേടി ഒരു മന്ത്രി തന്നെ വിളിച്ചുവെന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വെളിപ്പെടുത്തൽ നാണക്കേടാണെന്നും പിണറായി പറഞ്ഞു. കണ്ണൂർ പിണറായിയിൽ കേരള കർഷക സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൈരളി ന്യൂസ്, കണ്ണൂർ.